കാസർഗോഡ് പടനക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിയുടെ സിസിടിവി ദൃശ്യം ന്യൂസ് 18 ലഭിച്ചു. സംഭവം നടന്ന വീടിന് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളതും സിസിടിവി ദൃശ്യങ്ങളിൽ ഉള്ളതും ഒരേയാൾ തന്നെയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. KV ബൈജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, നാടിനെ ഞെട്ടിച്ച സംഭവമായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയുണ്ടായത്. ഇതിൽ നിർണായകമാകുന്ന സിസിടിവി ദൃശ്യമാണിപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇതാണോ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്? തീർച്ചയായും പാർവതി, അതിനീചമായ ഒരു അതിക്രമത്തിന്റെ നിർണായക തെളിവായ സിസിടിവി ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ പ്രതി 2 മണിക്കും 2:30-ക്കുമുള്ളിൽ ഈ വീട്ടിലേക്ക് കുട്ടിയെ എടുത്തുകൊണ്ടുപോകാനായി ഇത്തരത്തിൽ അതിക്രമത്തിനായി എത്തുന്ന ദൃശ്യമാണ് ഇത്. ഈ കുട്ടിയുടെ വീട്ടിന് സമീപത്ത് തന്നെയുള്ള വീട്ടിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളാണ് ഈ കേസിൽ നിർണായക തെളിവായി മാറിയിരിക്കുന്നത്. ഈ ദൃശ്യത്തിൽ കാണുന്ന അതേ ആളാണോ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്നതാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം അതേ ആളാണ് ഇപ്പോൾ ഈ ഹോസ്ദുർഗ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇയാളെ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ആ സിസിടിവി ദൃശ്യങ്ങളിൽ കാണുന്ന അതേ ആൾ തന്നെയാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ ഉള്ളത് എന്ന സൂചനയാണ്. നമുക്കറിയാം ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടിരുന്നത് ന്യൂസ് 18 ആണ്. തുടർന്ന് 3 പേർ കസ്റ്റഡിയിൽ എന്ന വാർത്തയും ന്യൂസ് 18 പുറത്തുവിടുന്നു. ആ 3 പേരിൽ ഒരാളാണ് ഇപ്പോൾ ഈ അതിക്രമം നടത്തിയെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ നിർണായക തെളിവ്, ഈ കേസിലേക്ക് എത്തിയ നിർണായക തെളിവ് ഈ സിസിടിവി ദൃശ്യം തന്നെയാണ്. ഈ സിസിടിവി ദൃശ്യത്തിൽ കാണുന്നയാളാണ് ഈ സംഭവം നടത്തിയത്. അതായത് പുലർച്ചെ 2:30 ഇയാൾ എത്തുന്നു. ആ എത്തുന്ന ദൃശ്യമാണിത്. പിന്നീട് ഈ വീട്ടിൽ കയറി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഈ 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പുറകിലെ അടുക്കള ഭാഗത്തുകൂടി പുറത്തേക്ക് പോകുന്നു. പിന്നീട് 1 കിലോമീറ്ററിനകം വരുന്ന ഒരു പ്രദേശത്ത്, അതായത് ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഈ പോലീസ് നായ കൃത്യമായ ഈ സ്ഥലം കണ്ടെത്തിയിരുന്നു. അവിടെ നിന്നും 20 രൂപയുടെയും 10 രൂപയുടെയും ചില്ലറ നാണയത്തുട്ടുകളും ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയിരുന്നു. ആ സ്ഥലത്ത് വെച്ചാണ് ഈ പ്രതി ഇത്തരത്തിൽ പെൺകുട്ടിയെ ലൈംഗികമായ അതിക്രമം ഈ പെൺകുട്ടിക്ക് നേരെ നടത്തിയത്. അതിനുശേഷം ആഭരണം, ഈ കുട്ടിയുടെ കാതിലുണ്ടായിരുന്ന ആഭരണം ഊരിയെടുക്കുകയും അതിനുശേഷം അവിടെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയുമാണ്. ഇത്രയും നീചമായ ഒരു സംഭവം നടത്തിയ പ്രതിയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവും. ഇതിൽ പ്രധാനമായും പോലീസിനെ കൊടുക്കുന്നത് ഈ ദൃശ്യം അത്ര വ്യക്തമല്ലെങ്കിലും ഈ ദൃശ്യവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി നേരത്തെ നൽകിയ ഒരു മൊഴിയുണ്ട്. അതായത് മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള 30 വയസ്സിന് ഏകദേശം താഴെ വരുന്ന ഒരാളാണെന്ന് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നും പോലീസിന് ഈ കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു. ഒപ്പം ഈ ദൃശ്യവും ഇതെല്ലാം കൂടിയാണ് ഇയാളിലേക്ക് എത്തുന്നത്. ഏതായാലും ഇയാൾ ഈ സംഭവം നടന്നതിന് ശേഷം ഇയാളെ ഈ സ്ഥലത്ത് നിന്നും കാണാതായിരുന്നു. അതാണ് ഇയാളിലേക്ക് എത്താൻ മറ്റൊരു കാരണമായത്. പിന്നീട് ഇയാൾ ഒരു ബന്ധു വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആ ബന്ധു വീട്ടിൽ നിന്ന് കസ്റ്റഡിയെടുത്തു ഇയാളെ. പിന്നീട് ഇയാളെ കുറിച്ച് അറിയുമ്പോൾ ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. 8-ലധികം കേസുകൾ ഇയാൾക്കുണ്ട്. ഇയാൾ നേരത്തെയും ഒരു പെൺകുട്ടിയെ കൊച്ചിയിലെ ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായും വിവരമുണ്ട്. മാത്രമല്ല മുളക് പൊടി വിതറി അതിക്രമം നടത്തിയ പടനക്കാട് വെച്ച് നടത്തിയ കേസിലെ പ്രതി. ഇത്തരത്തിൽ നിരവധി കേസുകളിലെ പ്രതിയാണ്. മാത്രമല്ല ഇയാൾ ഒരു ലഹരിക്കടിമയാണ്, ലഹരിക്കടത്ത് സംഘത്തിൽപ്പെട്ട ആളാണ്. അത്തരത്തിലും ഇയാൾക്കെതിരെ കേസുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിലെ ഒരു പ്രതിയാണ് ഈ സംഭവം നടത്തിയതെന്നും ഏതായാലും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഏതായാലും ഇതിൽ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ പ്രതിയുടെ കൃത്യമായ കോടതിയിൽ മറ്റ് തെളിവുകൾ ഹാജരാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ DNA പരിശോധനാ ഫലം ഉൾപ്പെടെ ശേഖരിച്ച് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം വരാൻ വേണ്ടി പോലീസ് കാത്തുകയാണ്. അത് എത്തിയാൽ ഉടൻ ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവും. നിലവിൽ പോലീസ് ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവും നൽകുന്നില്ല. എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ ഇയാൾ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എനിക്ക് തൊട്ട് പിറകിൽ കാണുന്ന ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതിയുള്ളത്. ഇവിടെ ഇപ്പോഴും പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തും. അവരെത്തിയതിനു ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഈ കേസിൽ നിർണായക തെളിവായ CCTV ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. പാർവതി, ബൈജു, മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് ഇയാൾ എത്തിയതെന്ന് വേണോ മനസ്സിലാക്കാൻ?
തീർച്ചയായും ഈ വീടും പരിസരവും കൃത്യമായി അറിയുന്ന അവിടെ തന്നെയുള്ള ഒരാളാണ്. ഇയാൾക്ക് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായും അറിയാം. കാരണം ഈ കുട്ടി മുത്തച്ഛനൊപ്പമായിരുന്നു കിടന്നുറങ്ങിയത്. പുലർച്ചെ 2:30 പശുവിനെ കറക്കാനായി പുറത്തേക്ക് പോകും. അതൊക്കെ കൃത്യമായി ഈ പ്രതിക്ക് അറിയാമെന്നും വേണം മനസ്സിലാക്കാൻ. ആ സമയത്ത് മുത്തച്ഛൻ പുറത്തുപോയ സമയത്ത് കൃത്യമായ മുൻവശത്തെ വാതിലിലൂടെ ഇയാൾ അകത്ത് കടക്കുന്നു. അകത്ത് കടന്നതിന് ശേഷം ഈ കുട്ടിയെയും കൊണ്ട് അടുക്കള ഭാഗത്തുകൂടി പിന്നിൽ പോകുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം ഇയാൾ ഈ രാത്രിയൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങുന്ന ഒരാളാണെന്നാണ് നാട്ടുകാർ പൊതുവെ പറയുന്നത്. കാരണം ഇയാൾ ലഹരിക്ക് അടിമയാണ്. ഇത്തരത്തിൽ 2 മണിക്കും 3 മണിക്കുമൊക്കെ ഇയാളെ ഈ പ്രദേശത്ത് കണ്ടു. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി മയക്കുമരുന്നിനെതിരെ, ഇത്തരത്തിൽ കഞ്ചാവ് മാഫിയക്കെതിരെ വലിയ നടപടികൾ ഉണ്ടാകുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം ജില്ലയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. പുതുതായി വന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ വേണ്ടത്ര കാര്യമായി ഇടപെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതും നാട്ടുകാർ അത്തരത്തിലുള്ള ഒരു പരാതി ഉന്നയിക്കുന്നുണ്ട്. മയക്കുമരുന്ന് കടത്ത് സംഘങ്ങൾക്കെതിരെ നടപടി ശക്തപ്പെടുത്തുന്നത് ഇപ്പോൾ കുറച്ച് കുറഞ്ഞു എന്നതായി കാണുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് മറ്റ് തിരക്കുകളിൽ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെട്ടപ്പോൾ ഈ കഞ്ചാവ് ലഹരി മാഫിയ സംഘങ്ങൾ തഴച്ചു വളരുന്ന ഒരു സാഹചര്യമാണ്. ഇയാൾ ഈ പാതിരാത്രിക്കൊക്കെ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഈ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഈ പോലീസ് നായ എത്തിയ ഈ സ്ഥലം, അതേ സ്ഥലത്ത് ഇയാളെ കണ്ടവരുണ്ട്. പെട്ടെന്ന് ഇയാൾ ഈ സംഭവം നടന്ന ബുധനാഴ്ച രാവിലെ മുതൽ ഇയാളെ കാണാതായതോടുകൂടിയാണ് ഇത്തരത്തിൽ സംശയം വന്നത്. ഇങ്ങനെ സംശയം വരുന്ന 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ നിന്നാണ് കുട്ടിയുടെ മൊഴിയും ഈ CCTV ദൃശ്യവും ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഈ പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത്. എന്തായാലും DNA പരിശോധന ഫലം എത്തിയാൽ അപ്പോൾ തന്നെ ഇതിലൊരു സ്ഥിരീകരണം പോലീസ് നൽകും. അതിനാണ് പോലീസ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. പാർവതി. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഒരാൾ കസ്റ്റഡിയിലുണ്ട്. പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ CCTV ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പ്രതിയെ ചോദ്യം ചെയ്യാനെത്തും. അതിനുശേഷമാകും പോലീസ് അടക്കം വിശദമായി ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുക. വിവരങ്ങൾ നൽകിയത് KV ബൈജു കാസർഗോഡ് നിന്നും.